അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ ABCA തിരിച്ചു പറയുക. അപ്പൊ CBA ആവും. അതിൽ ആദ്യത്തെ ലെറ്റർ C. ആ C ഓർക്കുക. ചന്ദ്രഗുപ്ത മൗര്യനാണ് മൗര്യ സാമ്രാജ്യത്തിലെ ആദ്യത്തെ രാജാവ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ സാമ്രാജ്യം എന്നാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ സാമ്രാജ്യം സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ധാരാളം ധനം വേണമല്ലേ? അപ്പൊ നല്ല ധനമുള്ള നന്ദവംശത്തിലെ അവസാന രാജാവായിട്ടുള്ള ധനനന്ദനെ തോപ്പിച്ചിട്ടാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം പണിതത് എന്ന് കണക്ട് ചെയ്ത് വെക്കൂ. ഏത് വർഷമാണ് മൗര്യ സാമ്രാജ്യം ആരംഭിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 321 BC. അതും തലതിരിച്ചാണ്. 3, 2, 1 CBA എന്ന് പറയും പോലെ. ABC തലതിരിച്ചിട്ടാൽ CBA ആവും. അതുപോലെ തന്നെ 1, 2, 3 തലതിരിച്ചിട്ടാൽ 3, 2, 1 ആവും. ഈ ഒരു കണക്ഷൻ ഉണ്ട് മൗര്യ സാമ്രാജ്യത്തിന്. അപ്പൊ അങ്ങനെ ഓർത്ത് വെക്കൂ. മൗര്യ സാമ്രാജ്യം ആരംഭിക്കുന്നത് BC 321 3, 2, 1. ആര് എന്ന് ചോദിച്ചാൽ CM എന്നോർത്തോളൂ. അതാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. എങ്കിൽ BC 321 മുതൽ BC 185 വരെയായിരുന്നു മൗര്യ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം. ക്യാപിറ്റൽ എവിടെ എന്ന് ചോദിക്കും. പാടലീപുത്രം. പാടം പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന സ്ഥലത്താണ് ആദ്യത്തെ സാമ്രാജ്യം വന്നതെന്ന് ഓർത്താൽ മതി. അതാണ് പാടലീപുത്രമായിരുന്നു ക്യാപിറ്റല്. ഇന്ന് ബീഹാറിന്റെ ഭാഗമായിട്ടുള്ള പാറ്റ്നയാണ് പാടലീപുത്രം.